ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് ആൻഡ് ലൈവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് മറ്റാരുമല്ല, നമ്മുടെ ഏഷ്യാനെറ്റിലെ പത്തരമാറ്റുള്ള സ്വന്തം ആകാശാണ്. നമുക്ക് ആകാശിനെ വെൽക്കം ചെയ്യാം. ബാ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ്. പറയും, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. പത്തരമായിട്ട് നല്ല രീതിയിൽ പോകുന്നു. ഷൂട്ടിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇന്നലെ ഒന്ന് ഫ്രീ ആയതേ ഉള്ളൂ. ഇപ്പൊ ഷെഡ്യൂളാണ്. ബ്രേക്ക് ആയപ്പോ അപ്പൊ എത്ര ദിവസം ഗ്യാപ്പ് കിട്ടും? 15 to 30 ആണ് എല്ലാ ഷെഡ്യൂൾ ഞങ്ങളുടെ ഇത് വരുന്നത്. ബാക്കി 15 ഫ്രീ ആണ്. ഇപ്പൊ ഞാൻ സൂര്യ ടിവിയിൽ ചട്ടമ്പി പവർ ചെയ്യുമായിരുന്നു, അതും കഴിഞ്ഞു. ഓക്കെ. അപ്പം രണ്ടും കൂടെ ഭയങ്കര ക്ലാഷ് ആവില്ലേ ഡേറ്റ് ഒക്കെ? ചട്ടമ്പി പവർ 1 to 10 ആണ്, 15 to 30 പത്തരമായിട്ട്. അപ്പൊ ഇടയ്ക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണമെങ്കിലോ ഷോപ്പിംഗ് ഒന്നും നടക്കില്ല? ഈ കിട്ടുന്ന ഏതെങ്കിലും ഒരു 5 ദിവസം. അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഷോപ്പ് ചെയ്യാൻ? ഞാൻ ഒരാളുടെ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞു നോക്കി, അവർ മെറ്റീരിയൽ എടുക്കും, കൊണ്ടുതരും. ഇല്ല, ഞാൻ ഓൾറെഡി ഈ കിട്ടുന്ന ഗ്യാപ്പിൽ തന്നെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ബൾക്കായിട്ട് തന്നെ മെറ്റീരിയൽ മേടിക്കും. ഓ യെസ്, ഒരുപാട് വേണ്ടി വരും. മെറ്റീരിയൽ മേടിക്കും, പിന്നെ ഡിസൈൻ ചെയ്ത് ഇതൊക്കെ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. ആണോ? നീ തന്നെ ഡിസൈൻ ചെയ്തു? ഞാൻ പറഞ്ഞു കൊടുക്കില്ല, റെഫറൻസ് പ്രിന്റ് ടെസ്റ്റ് ഒക്കെ ഇത് കണ്ടിട്ടില്ല അധികം ഇങ്ങനത്തെ പ്രിന്റ് ടെസ്റ്റ്. നമ്മൾ കുറച്ച് എന്തെങ്കിലും ഒരു മോഡൽ റെഫറൻസ് എടുത്തിട്ട് അത് കൊടുക്കും. ഒരു ബ്ലാക്ക് ക്ലോത്തിൽ ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ ചെയ്യും. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പുതിയ എന്തെങ്കിലും സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനിക്ക് തോന്നുന്നു വരുന്നുണ്ട്, മണക്കുന്നുണ്ട് ഗൈസ്. കാരണം എന്റെ പത്രമാറ്റിൽ ഏകദേശം 3.5 വർഷമായിട്ട് ഞാൻ റെഡിമെയ്ഡ് ഒരു കുറച്ച് മാത്രം 3.5 വർഷമാകുമ്പോൾ. 3.5 വർഷമായി? വലിയൊരു കാലയളവ്. അതെ, ഇപ്പൊ ഏകദേശം 900 എപ്പിസോഡ് ആവുന്നു. അപ്പൊ ഈ സീരിയലിന്റെ ഇടയിൽ ഇതുവരെ ഞാൻ പുറത്തുനിന്ന് തുണി മേടിച്ചത് വളരെ കുറവാണ്. എല്ലാം മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാറാണ്. കൊളാബ് ഒന്നും കിട്ടാറില്ലേ? കൊളാബ് കിട്ടും, പക്ഷെ തന്നെ അങ്ങനെ ചെയ്യാറില്ല. ഇഷ്ടമല്ല എന്നല്ല, പിന്നെ അതിന് അവർക്ക് വേണ്ടി അറിയാലോ കൊളാബിനെ പറ്റി, നമ്മളവര് വീഡിയോ എടുക്കണം. അപ്പൊ ഇതിനിടയിൽ അതൊന്നും ടൈം ഉണ്ടാവാറില്ല. പിന്നെ അവര് പറയുന്ന സമയത്ത് അത് കൊടുക്കണം. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ അവരെ മുഷിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊരു സാധനം തരുമ്പോ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല. അപ്പൊ എല്ലാം സ്വന്തം പൈസയിൽ തന്നെയാണ് ഈ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും കൊളാബ് ഇവിടെ കിട്ടുമെന്നാണ് എല്ലാ മിക്കവരും നോക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ, ടു ബി ഫ്രാങ്ക്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, ഞങ്ങളെ സീരിയലിലെ പത്തരമാറ്റി സീരിയലിലെ ലേഡി ആർട്ടിസ്റ്റിന് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും എല്ലാവരും കൊളാബ് തന്നെയാണ്. പക്ഷെ അവർ അതിനുവേണ്ടി മെനക്കെടും. അതെ, നമ്മൾ അതിന് വേണ്ടി ഷൂട്ട് ചെയ്യണം, ഒരു ദിവസം കണ്ടെത്തണം. ചിലവര് ലൊക്കേഷനിൽ വെച്ച് തന്നെ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യും. ഈ കൊളാബ് എല്ലാം കിട്ടിയിട്ട് ഇതെല്ലാം ഒരുമിച്ച് ഒരു ദിവസം അല്ലെ 2 ദിവസമായിട്ട് ഒരു ക്യാമറയെല്ലാം വെച്ച് അവർ ചെയ്യും. പക്ഷെ അതിനുള്ള ക്ഷമയൊന്നും ഇല്ല. ഓക്കെ. അപ്പൊ ഈ വില്ലനിസം ക്യാരക്ടർ ചെയ്തിട്ട് ഒരു അവാർഡൊക്കെ കിട്ടിയെന്നൊക്കെ നമ്മൾ അറിഞ്ഞു. അതെ, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എനിക്ക് ബെസ്റ്റ് ആക്ടർ ഇൻ ക്യാരക്ടർ റോൾ സ്പെഷ്യൽ ജൂറി മെൻഷൻഡ് അവാർഡ്. ഓക്കെ, അതിന് കൺഗ്രാറ്റ്സ്. അപ്പൊ എന്ത് തോന്നി അവാർഡൊക്കെ വാങ്ങിച്ചപ്പോ? എന്ത് തോന്നി? അവാർഡ് വാങ്ങിച്ചപ്പം 13 വർഷത്തെ എൻ്റെ സീരിയൽ ജീവിതം, അല്ല 14ാമത്തെ വർഷമാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13ാമത്തെ സീരിയലാണ്, ആദ്യത്തെ അവാർഡാണ്. അപ്പൊ അത് ഭയങ്കര സ്പെഷ്യലാണ്. പ്രൗഡ് തോന്നി? ഭയങ്കര പ്രൗഡായിരുന്നു. അതിപ്പോൾ നമ്മളൊരു ചെറിയൊരു അവാർഡാണെങ്കിലും വലിയ അവാർഡായാലും നമ്മളുടെ ഒരു പേര് പറഞ്ഞ് ഒരു റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ എനിക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് തന്നെയാണ്. 14-13 വർഷമായിട്ട് നമ്മൾ ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോഴും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മെൻഷൻ ചെയ്താൽ മതിയല്ലോ. അതെ. ഞാൻ പത്തനംതിട്ടയിൽ ആകാശിനെ കണ്ടപ്പോൾ ഞെട്ടി കേട്ടോ. കാരണം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിൽ ഒരു കോളേജ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ കോളേജിൽ ഒരു നോർമൽ ഒരു അറിയാലോ കോളേജ് ബോയ് ആയിട്ടൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് മെച്യൂർഡ് ആയിട്ട് നെഗറ്റീവ് ക്യാരക്ടറിൽ വന്നപ്പോൾ ആദ്യം എനിക്ക് ഇവൻ കോളേജ് കുട്ടിയായിട്ട് വന്നതല്ലേ, പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എനിക്ക് ഓക്കെ, രക്ഷപ്പെട്ടു, ഹാപ്പി ആയിരുന്നു ഞാനത് കണ്ടപ്പോൾ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നീ നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. നിന്റെ ലുക്ക് വൈസ് ആയാലും അത് ഓക്കെയാണ്. വീട്ടിലെ ഇഷ്ടമല്ല കേട്ടോ, എന്നെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ നേരിൽ കാണുമ്പോൾ അങ്ങനെയല്ല, ഈ പുള്ളിയാണോ ഇതിനകത്തുള്ളത്, എന്ത് സോഫ്റ്റ് ആയിട്ടാണ്, എന്ത് പാവം. ഞാൻ പറഞ്ഞു അതും എനിക്കായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. അപ്പൊ ഈ ബ്യൂട്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്ന? ഈ ഇതിനിടയ്ക്ക് എല്ലാം നോക്കാനുള്ള ടൈം കിട്ടുമോ? കിട്ടും. ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് വീട്ടിൽ പോകുമ്പോൾ സമയം, അതുപോലെ സ്കിൻ കെയർ ആയാലും ഹോം റെമഡീസ് ആണോ ചെയ്യുന്നത്? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫേഷ്യൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ആണ്, എനിക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓ അത് ശരി. അതുകൊണ്ട് വീട്ടിനകത്തുള്ള എന്തെങ്കിലും ഹോം റെമഡീസ് മാത്രം. പിന്നെ ഡോക്ടറിന്റെ എന്തെങ്കിലും ടിപ്സ് എൻ്റെ ഓഡിയൻസിന് കൊടുക്കാനുള്ളത്, സൺ ടാൻ മാറാനായിട്ട് ഏറ്റവും നല്ലത് തൈര്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കടലമാവ്, നാരങ്ങ നീര് മിക്സ് ചെയ്യുക, ഇടുക. ഇത് ഒരു ദിവസം ഇട്ടാൽ മാറില്ല. എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്, ഒരു ദിവസം എനിക്കൊന്നും മാറിയില്ലല്ലോ, എനിക്ക് പഴയതല്ല. ഏത് സാധനമായാലും കൺസിസ്റ്റൻസി ആയിട്ട് അത് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ. അത് എൻ്റെ റിസൾട്ട് ആയിരിക്കില്ല സുമിയുടെ റിസൾട്ട്.
സ്കിന്നിന് നമുക്ക് മെലാനിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. ഞാനിപ്പോൾ ഷൂട്ടിലാണെങ്കിൽ 2 ലിറ്ററിൻ്റെ ഒരു വലിയ. പക്ഷേ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ പറയുകയാണേ, ഈ നമ്മൾ ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ മിക്കവരും ഈ ആർട്ടിസ്റ്റ് അല്ലാത്തവർ പറയുന്നത് ചുമ്മാ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സ്ഥിരം ഒരു ഡയലോഗാണ് ഫ്രൂട്ട്സ് കഴിക്കുക, വെള്ളം കുടിക്കുക. വെള്ളം എന്ന് പറയുന്നത് എനിക്കറിയാം. അതെ, ബോഡി ഭയങ്കര ഹൈഡ്രേറ്റ് ആവും, അകത്തുനിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് നമ്മുടെ ടോക്സിൻസ് എല്ലാം പോവും. അതെല്ലാം വെള്ളം കുടിച്ച. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുമ്പോൾ ഒരുമിച്ച് എല്ലാ വെള്ളം കൊണ്ടും കുടിക്കും. അങ്ങനെ കുടിക്കരുത്. അതായത് ഒരു ലിറ്റർ ബോട്ടിലാണെങ്കിൽ 1/2 ലിറ്റർ പെട്ടെന്ന് കിടകിടാന്ന് കുടിക്കും. അങ്ങനെ സിപ്പ് ചെയ്ത് കുറച്ച് ഇന്റർവെൽ വെച്ചിട്ട് കുടിക്കണം. എങ്കിൽ മാത്രമേ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാവും. എല്ലാവരും വിചാരിക്കുന്ന എല്ലാം പെട്ടെന്ന് അങ്ങനെയല്ല, എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. അത് നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യം നമ്മളെ ബോഡിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് അതിന് റിസൾട്ട് ചെയ്യാൻ കുറച്ച് ടൈം വേണം. ഇപ്പൊ എല്ലാവരും ടൈം സ്പെൻഡ് ചെയ്യുന്നതും പൈസ മുടക്കുന്നതും സ്കിന്നിന് വേണ്ടിയാണ് അല്ലേ? ഒരുപാട് ക്ലിനിക്കിൽ എത്ര ഔട്ടറിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും, മേക്കപ്പ് അല്ല ബാക്കിയുള്ള കാര്യം. മേക്കപ്പ് നമ്മളിപ്പം ഔട്ടർ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ആയാലും നമ്മൾ എന്ത് കഴിക്കുന്ന സാധനങ്ങളായാലും പുറത്ത് തേക്കുന്നതിനെക്കാട്ടിലും അകത്ത് നല്ല സാധനം കഴിച്ചാൽ അകത്തു നിന്നാണ് എപ്പോഴും പുറത്തേക്ക് ആ ഒരു ഇത് വരുന്നത്, ഗ്ലോ വരുന്നത്. അതാരും മെനക്കെടുത്തില്ല. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് ആൾക്കാർ റെമഡീസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഓയിൻമെന്റോ ടാബ്ലറ്റോ, ഇപ്പൊ കുറെ വൈറ്റനിങ് ക്രീംസ്, ഗ്ലൂട്ടോത്തൈനോ ഇതൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ എടുക്കാറുണ്ട്. ഗ്ലൂട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഗ്ലൂട്ട എടുത്തിട്ടുണ്ടോ? അത് എടുത്തിട്ടില്ല എന്നല്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3-4 എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ചെന്നൈയിൽ അവിടെയൊക്കെ പോയി അത് ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് പറ്റുന്ന പണിയല്ല, എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഡോക്ടേഴ്സ് ആദ്യം പറയുന്നതാണ് നിങ്ങൾ വെയിൽ കൊള്ളുമോ, ആദ്യം ചോദിക്കുന്ന അതാണ്. ഞാനും എടുത്തിട്ടുണ്ട്. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ കാരണം ഈ ഷൂട്ടിങ്ങിൽ മാത്രമേ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യും, പുറത്ത് മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. അപ്പൊ നമുക്ക് സ്വസ്ഥമായിട്ട് പുറത്തിറങ്ങാൻ പോകണം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകണം, ഭക്ഷണം കഴിക്കണം. അപ്പൊ ആ സമയത്തൊക്കെ അയ്യോ ഇത് ഞാൻ ഗ്ലൂട്ട എടുത്തിരിക്കുകയാണല്ലോ, ഭയങ്കര കോൺഷ്യസ് ആവും. എന്നോട് ഡോക്ടർ പറഞ്ഞത് ഗ്ലൂട്ട എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നെയ്ബറുമായിട്ട് ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുകയാണ്, ആ സൺലൈറ്റ് നമ്മുടെ കയ്യിലടിച്ചാൽ സൺലൈറ്റ് വേണമെന്നില്ല. നമ്മൾ താമസിക്കുന്ന വീട്ടിനകത്ത് ലൈറ്റ് ഇല്ലേ, ലൈറ്റ് ഈവൻ നമ്മൾ എന്തുകൊണ്ട് രാത്രി ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല വെച്ചാൽ ഫോണിന്റെ ലൈറ്റ് വരെ നമുക്ക് അണ്ടർ ഐ സർക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന ലൈറ്റ് ഒന്നല്ല, സൺലൈറ്റ് എന്നുള്ളതല്ല, ഏത് ഒരു UV റേസ് ആയാലും എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഭയങ്കര ഒരു ദൈവഭക്തിയുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആകെ പേടിയുള്ളത് അത് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. വേറെ ആരും പേടിക്കില്ല, ആരെ വാക്കും കേൾക്കില്ല. പക്ഷെ ദൈവത്തിന് മാത്രം. ഇഷ്ടദൈവം ഏതാ? വിഘ്നേശ്വരൻ. അത് ലോക്കറ്റിൽ ഞാൻ കണ്ടു. അതുപോലെ നിന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ച് തടസ്സങ്ങൾ എനിക്ക് തോന്നി. എന്ന് വെച്ചാൽ വണ്ടി കുറച്ച് ഇതായി, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, വരാൻ ലേറ്റ് ആവും. സറൗണ്ടിങ് അങ്ങനെയാണല്ലോ. ടെൻഷനായി. എനിക്ക് ടെൻഷനായി കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദനയും കാര്യങ്ങളൊക്കെ വന്നു. ഫേസിൽ അറിയും കേട്ടോ, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവും. പക്ഷേ കുറച്ച് സമയം നമ്മുടെ ചേട്ടൻ എത്തുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സമയം കിട്ടി സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയും സമയം സംസാരിച്ചപ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ് ആയി, ഭയങ്കര പോസിറ്റീവ് വൈബ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ടെമ്പിളിൽ എപ്പോഴും പോവാറുണ്ട്. ഞാൻ ഈ ഗ്യാപ്പ് കിട്ടുമ്പോൾ പഴവങ്ങാടി സ്ഥിരമായിട്ട് പോകും, ആറ്റുകാലിൽ പോവും. പിന്നെ എൻ്റെ വേറെ ഒരു ഇഷ്ട ദൈവമാണ് വിഷ്ണുമായ സ്വാമി. അപ്പൊ സ്വാമിയെ കാണാൻ ഞാൻ പോവാറുണ്ട്. ഗുരുവായൂരും അങ്ങനെയല്ല, കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ ഒരു വഴിയിൽ ഏതൊക്കെ അമ്പലങ്ങളുണ്ടോ അതെല്ലാം കവർ ചെയ്യും. എന്റെ ഒരു ഫ്രീ ടൈം, എന്റെ ഒരു ടൈം പാസ് എന്നൊക്കെ പറഞ്ഞത്. എവിടെയാ പോകുന്നത് വിഷ്ണുമായ സ്വാമി? ഞാൻ പെരിങ്ങോട്ടേരെ പോവാറുണ്ട്. അതിന്റെ തറവാട് വീട് ആവണങ്ങാടാണ്, തൃശ്ശൂർ ജില്ലയിൽ ആവണങ്ങാട് എന്നുള്ള സ്ഥലത്താണ് തറവാടായിട്ടുള്ളത്. ഇതിനിടയ്ക്ക് പോകാനുള്ള ടൈം കിട്ടുമോ? ഈ കിട്ടുന്ന 5-6 ദിവസത്തിനുള്ളിൽ മുടങ്ങാതെ പോകും. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സ്വാമിയാണ് വിഷ്ണുമായ സ്വാമി. പക്ഷെ പരീക്ഷിക്കാൻ നിൽക്കരുത്. അത് കേട്ടിട്ടുണ്ട് ഞാൻ. പരീക്ഷിച്ച സ്വാമി നമ്മൾ അതിന്റെ അപ്പുറം പരീക്ഷിക്കും. അപ്പം നമ്മൾ ഒരു വ്യവസ്ഥ വെക്കരുത് സ്വാമി അടുത്ത്. തന്നാലേ ഇതുള്ളൂ, അതല്ല. നമ്മളെല്ലാം പറയില്ലേ ദൈവമേ ഇത് തരണേ, ഇനി ആ വഴിപാട് ചെയ്യാം, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുക, വഴിപാട് നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ ആ സ്വാമി ആണോ തിരിച്ചു തരും. പക്ഷെ എല്ലാവരും നേരെ തിരിച്ചാണ്. നമ്മള് നടന്നാൽ ഇത് തന്നാ ഞാൻ ഇത് തരാം. നമ്മളെ ഒരു വില പേശാനായിട്ട് അത് ഒരു കച്ചവടക്കാരനോ അങ്ങനത്തെ ഒരു രീതിയിലല്ല. നമ്മൾ എപ്പോഴും കാണുന്ന അതാണ്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴെല്ലാം ദൈവമേ എനിക്ക് ഇത് തരണേ, ഇത് കിട്ടിയാൽ ഞാൻ ഇത് തന്നേക്കാമേ. അപ്പോൾ ഒരു മീഡിയേറ്റർ പോലെ ആയിപ്പോവും. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പറയാൻ പോകരുത്. സ്വാമിക്ക് ഏതേത് സമയത്ത് ഏതൊക്കെ ആൾക്കാർക്ക് ആവശ്യമുള്ളതെന്ന് സ്വാമിക്ക് അറിയാം.
ഈ സിൽവർ ആണോ കൂടുതൽ ഇഷ്ടം കയ്യിലും? സിൽവർ എനിക്ക് കൂടുതൽ കുറച്ച് സിൽവറാണ് ഇഷ്ടം. ഇപ്പൊ ഗോൾഡിന്റെ വിലക്ക് ഞാൻ എങ്ങനെ സിൽവർ അല്ലാണ്ടിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ എങ്ങനെ ഈ ഫ്രണ്ട് സർക്കിൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഈ ഫ്രണ്ട് സർക്കിൾസ് ഇല്ല. ഇല്ല, വിശ്വസിച്ചോ? ഇല്ല. പക്ഷെ ആരും വിശ്വസിക്കില്ല. ലൊക്കേഷൻ കാര്യങ്ങൾ ലൊക്കേഷൻ കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ ഉള്ളൂ. They are all colleagues. ഓ, പക്ഷെ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അതാ പറഞ്ഞ ലൊക്കേഷൻ ഞങ്ങൾ ഫ്രണ്ട്സ്, അത് എല്ലാം അങ്ങനെയൊക്കെ ആയിരിക്കും. മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് നമ്മൾ മാത്രം ഒരാൾ ഇനിഷ്യേറ്റ് എടുത്തൊരു കാര്യമുണ്ടോ? അത് correct ആണ്. ഉണ്ടോ? ഇപ്പൊ ഞാനൊരു 100% ഞാൻ സുമിക്ക് തരാണ്, ഒരു 10-20% തന്നിട്ട് 80 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണെങ്കിൽ നോ യൂസ്. കൊടുക്കുന്നതേ തിരിച്ചു കിട്ടുള്ളൂ. അതാണ് എൻ്റെ. അത് ഞാൻ കുറേ വർഷങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് യെസിന് യെസും നോന് നോവും പറയാൻ പഠിച്ചു. നോ പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അതെന്നെ ഞെട്ടിച്ചു കേട്ടോ. ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ 10th വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. +1 +2 എല്ലാം ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്തത്. ഡിഗ്രി BA എക്കണോമിക്സ് എല്ലാം ഞാൻ കറസ്പോണ്ടൻ്റാണ് ചെയ്തത്. ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിലെ ഭരതനാട്യ കുച്ചിപ്പുടി അതും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കോളേജ് എക്സ്പീരിയൻസ് ഇല്ല, സ്കൂളിൽ എക്സ്പീരിയൻസ് ഇല്ല, അവിടെയും ഫ്രണ്ട്സ് ഇല്ല. ഈ 14-13 വർഷമായി ഞാൻ സീരിയൽ വന്നിട്ട് ഈ എല്ലാവരും കണ്ട് പോകുന്നതല്ലാതെ ആരും ഒരു ഡീപ്പായിട്ട് ഞങ്ങൾ ആരുമായിട്ടില്ല. അത് എല്ലാവരും ചോദിച്ചു, പക്ഷെ കാണുമ്പോൾ എല്ലാം പക്ഷെ അപ്പം നമ്മൾ കണ്ടു പിരിഞ്ഞതുപോലെ ഇരിക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഒരു കണക്കിന് നോക്കിയാൽ അതാ നല്ലത്. കാരണം ഇത് പല രീതിയിലും പല പ്രശ്നങ്ങളും ഞാൻ അനുഭവിച്ച് വന്നതുകൊണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഇതില്ല. കണ്ട ഹായ് ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്കില്ല. ഇപ്പം യാത്രകളെല്ലാം ഒറ്റയ്ക്കാണ്, സിനിമയ്ക്ക് ഒറ്റയ്ക്കാണ്, മാളിലും ഒറ്റയ്ക്ക്. ഇതൊന്നും ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. ജീവിതത്തിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാകുന്ന ഒരിക്കലും, ഈവൻ നമ്മളൊരു വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾ ആരുണ്ടാവില്ല. ഞാൻ എപ്പോഴും എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് പറഞ്ഞത് സെൽഫായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പഠിക്കും. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ സർവ് ചെയ്യാൻ പഠിക്കണം. നമ്മളെല്ലാവരും പറയും ഫിനാൻഷ്യലി ആണെന്ന്, അല്ല, മെന്റലി നമ്മൾ സ്ട്രോങ് ആയി. ഇപ്പം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് അമ്മൂമ്മ എനിക്ക് എൻ്റെ എല്ലാമായിരുന്നു, സുമിക്കറിയാമല്ലോ, എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ അമ്മമ്മ. പത്രമാറ്റിൻ്റെ ടെലികാസ്റ്റിന് അന്ന് അമ്മൂമ്മ മരിക്കുന്നത് 3 വർഷമായി. ടെലികാസ്റ്റ് കാണാൻ കാത്തിരിക്കുമായിരുന്നു. അമ്മൂമ്മയായിരുന്നു എൻ്റെ ലോകം. സീരിയലിലെ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്തായാലും അമ്മൂമ്മയാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരുന്നത്. കണ്ടോ എപ്പിസോഡ്? ഇല്ല, ടെലികാസ്റ്റിൻ്റെ അന്ന് 11 മണിക്ക് അമ്മൂമ്മ മരിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, അമ്മൂമ്മ ഇല്ലാണ്ട് എനിക്കൊരു ലൈഫ് അറിയില്ലായിരുന്നു. പക്ഷെ അമ്മൂമ്മ മരിച്ച് 3 വർഷമായി. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പഠിച്ചു, ഒറ്റയ്ക്ക് പോകാൻ പഠിച്ചു. ആരും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ എല്ലാം ഞാൻ പഠിച്ചു. തന്നെ നമുക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ ഒരു വൈഫിൽ, ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു വൈഫാണെങ്കിലും ഇപ്പൊ ഞാൻ മരിച്ചാലും അവർ ജീവിക്കണ്ടേ? അവർ മരിച്ചാൽ ഞാൻ ജീവിക്കണ്ടേ? കുട്ടികൾ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യരുത് സുമി. എനിക്കൊരു ഒറ്റ കാര്യം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഓവറായിട്ട് ആരെ മേലും ട്രസ്റ്റ് വെക്കരുത്, ആരെ മേലും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഒരു കാര്യം, നിങ്ങൾക്ക് ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് സ്നേഹം കൊടുക്കുക, തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത് നിങ്ങളുടെ ടൈം വെറും വേസ്റ്റ് ആയിട്ട് പോകത്തേ ഉള്ളൂ. അതെൻ്റെ ഒരു സ്മോൾ റിക്വസ്റ്റ് ആണ്, അതെൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ലവ് കാര്യങ്ങൾ അങ്ങനെ മാരേജിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എപ്പോഴും. അപ്പോൾ ആൾക്കാർ വേറെ പലതും വിചാരിക്കുമായിരിക്കും, എന്താ കല്യാണം കഴിക്കാത്ത, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നല്ല. എനിക്ക് എപ്പം, ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ജനിച്ച മുതൽ വാടകയ്ക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ സ്വന്തമായിട്ട് എനിക്ക് ഒരാളിനെ കൊണ്ടുവന്ന് എൻ്റെ സ്വന്തമായിട്ടുള്ള സ്ഥലത്ത് താമസിപ്പിക്കാൻ പറ്റുമോ? കാരണം ഞാൻ ഇപ്പം എനിക്കൊരു മാസം എൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ എനിക്ക് മതിയാവും. പക്ഷെ ഒരാൾ വരുമ്പോൾ അവരെ കാര്യം നമ്മൾ നോക്കുന്ന വെച്ചാൽ, അങ്ങനെ നോക്കാത്ത ആൾക്കാരില്ല എന്നല്ല പറയുന്നത്, പല സ്ട്രഗിളിലും ലൈഫ് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ലൈഫിൽ എനിക്ക് റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ല. എപ്പോഴും എൻ്റെ അടുത്ത് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ പറയാം, ആകാശ് എപ്പോഴും സേഫ് സോൺ. എനിക്കത് മതി. കാരണം സേഫ് അല്ലാതെ ഞാൻ ലൈഫിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് ഒരാളാണ്. അപ്പോൾ എനിക്ക് സേഫ് സോണിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ആരുടെ ഒരു പ്രശ്നത്തിന് പോകാറില്ല, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. അല്ലല്ലോ, ഒരിക്കലും അല്ല. ആരും ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യാം. പക്ഷെ എനിക്കിപ്പം ആ ഒരു മെന്റാലിറ്റി ഇല്ല. ഇപ്പം എനിക്ക് ലൈഫ് കരിയർ, എനിക്ക് കരിയർ സസ്റ്റെയിൻ ചെയ്യണം നല്ല രീതിയിൽ. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ്. അതെനിക്ക് മനസ്സിലായി. ഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെയൊക്കെ എവിടെയോ ഒരു കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പോകും. ഡ്രീം ആദ്യം നമ്മൾ ഒരു സ്ഥലത്ത് എത്തണം. നമ്മൾ 14 വർഷം കൊണ്ട് ഒരിടത്തും എത്താൻ പോകുന്നില്ല. ഇനി നമുക്ക് സഞ്ചരിക്കാം. ഇപ്പൊ എന്നെ പോലെ തന്നെ ഒരു ആർട്ടിസ്റ്റായ സുമിക്ക് ഇനി നമുക്ക് എത്രയോ വർഷം കിടക്കുന്നു. എനിക്കൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കലാകാരനായിട്ട് ജനിച്ചാൽ
കലാകാരനായിട്ട് തന്നെ മരിക്കണം. കറക്റ്റ്. അഭിനയിച്ച പോലെ പറയില്ല, ഉണ്ട ചോറോടുകൂടി മരിക്കണം എന്ന് പറഞ്ഞ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ നൃത്തം ചെയ്യുമ്പോഴോ ആ സമയത്തായിരിക്കും എൻ്റെ മരണം. ആ നൃത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ നൃത്തം എന്താ ഇങ്ങനെ കണ്ടിന്യൂ ഇപ്പൊ ചെയ്യുന്നത്? കുറേ ആയി. ഞാൻ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഭരതനാട്യം കുച്ചിപ്പുടി കഴിഞ്ഞ ആളാണ്. ഓക്കെ. ഇപ്പം സീരിയൽ ഇതായതുകൊണ്ട് ഗുരുക്കന്മാരുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഇച്ചിരി വണ്ണൊക്കെ ഞാൻ അതിലോട്ട് വരെയാണ്, അതിലോട്ട് കമ്മിങ് ഐ ആം കമ്മിങ്. ഈ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലയോ? അന്ന് കണ്ട ആകാശല്ലായിരുന്നു ഇപ്പോ പത്തനംതിട്ടയിൽ ഞാനും ചെയ്തിട്ടുണ്ട്, ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അന്ന് നേരിട്ട് കണ്ടപ്പോ ഞാൻ ഇവ ഇത്രയും തടിച്ചോ, എന്താണ് നീ തടിച്ചത്? ഞാൻ അപ്പോഴും ഞാൻ ചോദിച്ചായിരുന്നു എന്താ വർക്കൗട്ട് ചെയ്യാത്ത? വർക്കൗട്ട് എനിക്ക് പണ്ടേ വർക്കൗട്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഡാൻസ് ചെയ്താൽ എനിക്കറിയാം പെട്ടെന്ന് വണ്ണം കുറയും, ഒരാഴ്ച കൊണ്ട് കുറയും, ഒരാഴ്ച കൊണ്ട് കൂടും. അപ്പൊ ഞാൻ ഡാൻസ് ചെയ്യുന്ന ടൈമില് പിന്നെ ഈ റീൽസ് അതാകുമ്പോ ദേഹം വല്ലായിട്ട് അനങ്ങണ്ടല്ലോ. അപ്പൊ നല്ല ഫുഡിയാണോ? അല്ല, പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചെന്താ, ഒരു ദോശ കഴിച്ചു, വൈകിട്ട് ഉച്ചയ്ക്ക് ഒരു കോഫി കുടിച്ചു, ഇപ്പൊ ഒരു എന്തെങ്കിലും അത്രേ ഉള്ളൂ. അപ്പൊ ഈ കരിയറെ കുറിച്ചും ഈ ഡ്രീമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇനി ഈ അടുത്തിന് ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യണോന്ന് എല്ലാരും ചോദിക്കും. അഭി അല്ല ആകാശിനെ ഒരിക്കലും നെഗറ്റീവ് ചെയ്യരുത്. അയ്യോ അതല്ല നല്ലത്. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് അതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു നടനോ ഒരു നടി, ഇപ്പൊ നടിയുടെ കാര്യം വെച്ചേക്കുന്നത്, ഒരു നടൻ അല്ലെങ്കിൽ ഒരു ബ്രദർ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, അമ്മ, അച്ഛ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാം. അല്ല, ഇതാകുമ്പോ എന്തൊക്കെ ചെയ്യാം, ആരെ നശിപ്പിക്കാം, ആരെന്ത് ചെയ്യാം. നമുക്ക് പ്ലേ ചെയ്യാൻ ഇഷ്ടം പോലെ ഒരു അവസരങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഇഷ്ടമുള്ള കോസ്റ്റ്യൂംസ് ധരിക്കാം. വില്ലനും വില്ലത്തിക്ക് മാത്രമേ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തുള്ളൂ. നമുക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ശരിയാണ്. നെഗറ്റീവ് എല്ലാവരും വിചാരിക്കും നെഗറ്റീവ് എല്ലാവരും ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ പാവമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. അത് എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന ഒരു കാര്യം. അത് കംപ്ലൈന്റ് വന്നാലും ശരിയാണ്. വളരെ കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഡാൻസിലൊക്കെ കുറെ സംഭവങ്ങളും എന്റെ ഡിഗ്രി ഒക്കെ എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും ഒന്ന് ഡാൻസിന്റെ കുറെ സംഭവങ്ങൾ, ഈ ഫേസ് കൊണ്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും എന്തെങ്കിലും ഒന്ന് ഫേസ് ഉണ്ടോ? ഫേസ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഡാൻസിന് ജസ്റ്റ് ഇരുന്ന് അഭിനയിച്ചു. ഓക്കെ, അതായാലും മതി. ഫേസിൽ വരണോ എല്ലാം? ഇന്ദു പുഷ്പം ചൂടി നിൽക്കുന്ന രാത്രി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂടവ ചാർത്തിയ രാത്രി, പഞ്ചബാണൻ ദൂതിനായൻ അരികിലെത്തി. ഞാൻ പാടിയ ഇവിടെ എല്ലാവരും സൈലന്റ് ആയി. ക്ലാസിക്കൽ ഡാൻസ് ഒരു പ്രത്യേക ഒരു ക്ലാസിക്കൽ ആണല്ലോ, എല്ലാത്തിന്റെയും ഒറിജിൻ അതാണല്ലോ, ഇതിന്ന് പോയതാണല്ലോ വേറെ എല്ലാം. അതെ, ചിലർ പറയും ക്ലാസിക്കൽ ഡാൻസ് ബോയ്സ് കളിക്കുമ്പോ പിന്നെ അവരുടെ നടത്തവും ശൈലിയും ഒക്കെ ഒരു പെണ്ണുങ്ങൾ. ഡാൻസ് പഠിച്ചോണ്ട് ഒരാൾ ഒരു പെണ്ണായിട്ടില്ല, ഡാൻസ് പഠിച്ചോണ്ട് ഒരാൾ ഒരു ട്രാൻസ്ജെൻഡറും ആയിട്ടില്ല. പെണ്ണുങ്ങളുടെ ഒരു ശൈലി നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ എന്താണോ ഉള്ളത്, എന്തുകൊണ്ട് ഒരു ടെസ്റ്റോസ്റ്ററോൺ ഈസ്ട്രജനും രണ്ടാക്കി തന്ന എന്താ ദൈവം? ഇപ്പൊ സുമിക്കാണെങ്കിൽ ഈസ്ട്രജൻ മാത്രം തന്നാ പോരെ, ഫീമെയിൽ ഹോർമോൺസ് മാത്രം തന്നാ പോരെ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് തന്നു? എല്ലാം ഒരു ബാലൻസിങ് ആണ്. ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിനകത്ത് അത് ഉണ്ട്, പിന്നെ അതൊരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ അത് പുറത്തേക്ക് വരും. ഞാനത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന ജെൻസ് ക്ലാസിക്കൽ ശൈലിയായി പോകും എന്നുള്ളത്. ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്ന എത്ര ബോയ്സ് നല്ല ജിമ്മിൽ പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? അങ്ങനെയൊന്നും അല്ല. ഇതിൽ വന്ന് മോശമായി എന്നുള്ള ആൾക്കാരില്ല. അത് പൊതുവേ ഉള്ള ഒരു അസെപ്ഷൻ ആണ്. അങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എത്രയോ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ടല്ലോ, ആകാശിനെ കാണാൻ ചെറിയൊരു ഫെമിനിറ്റി ഉണ്ട്. എനിക്ക് പ്രശ്നം, ഇത് നിങ്ങൾ ക്യാരക്ടറിൽ കാണുന്നുണ്ടോ? എന്റെ അവസാനത്തെ ഒരൊറ്റ ചോദ്യം, ഞാൻ എന്ത് കാണിച്ചാൽ, അല്ലെങ്കിൽ എന്റെ എന്ത് ഗോഷ്ടി കാണിച്ചാൽ, എന്റെ എന്ത് മൂമെന്റ്സ് ഉണ്ട്, ഇത് എന്റെ ക്യാരക്ടറിൽ നിങ്ങൾ കാണുന്നുണ്ടോ? എന്റെ ജോലിയിൽ അത് നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് മാത്രം അറിഞ്ഞാ പോരെ. അപ്പം ഈ ഇത്രയും പറഞ്ഞപ്പോ ഈ ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, ഈ ഗോസിപ്പിനെ കുറിച്ച് നമ്മളിപ്പോ ഏതെങ്കിലും വീഡിയോ ഇട്ടാലോ എന്തെങ്കിലും റീലോ കാര്യങ്ങൾ ഇടുമ്പോ താഴെ വന്ന് ഇതിന് വേണ്ടിയിരിക്കുന്ന കുറെ പേരുണ്ട്, നെഗറ്റീവ്സ് പറയാൻ വേണ്ടി. അതിനെ കുറിച്ച് എന്താ പറയുക? വേലയും കൂലി ഇല്ലാത്തവന്മാര് പലതും ചെയ്യും. 10 പേര് 10 പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചു കുടിക്കാതിരിക്കാൻ പറ്റുമോ? അവര് എന്റെ ജ്യൂസിന്റെ പൈസ അവര് കൊടുക്കുവോ? ₹1 ഒരു മാസത്തെ എന്റെ എല്ലാ ചെലവും ഈ പറയുന്ന ആൾക്കാർ നോക്കാൻ പറ്റുമോ? അവന്റെ വീട്ടിനകത്ത് 10 പൈസക്ക് പോക്കില്ലാത്തായിരിക്കാം. അവ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. നല്ല മെന്റൽ പവർ ആണല്ലേ. അത്രേ ഉള്ളൂ. ഞാൻ അത് ആക്കിയെടുത്ത്, ഞാൻ പറഞ്ഞില്ലേ 4 വർഷം 5 വർഷം കൊണ്ട് ഞാൻ അത് ആക്കിയെടുത്താണ്. എന്ത് വന്നാലും ഇപ്പൊ എന്റെ മുമ്പിൽ 10 പേര് ഇരിക്കുന്നു വെച്ചാൽ 10 പേര് എന്നെ നോക്കി പലത് പറഞ്ഞാലും എന്റെ വയറുകൾക്ക് ഞാൻ ഫുള്ളും കഴിച്ചിട്ട് കൊടുക്കാനുള്ള ബില്ലും കൊടുത്ത് അടുത്ത ഊബർ കയറി ഞാൻ പോയിട്ടേ ഇരിക്കും. അവനെ നോക്കേണ്ട ടൈം എനിക്കില്ലല്ലോ. നേരെ തിരിച്ചാടോ, എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം. ഇപ്പൊ ഞാൻ അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാത്ത ഒരാള്, എന്നെ വീട് അറിയില്ല, എന്റെ കുടുംബത്തിനെ പറ്റി അറിയില്ല, എന്നെ പറ്റി അറിയില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല, ഇതൊന്നും അറിയാത്തവൻ വെറുതെ സ്ക്രോൾ ചെയ്തപ്പോ ഇവൻ കൊള്ളാല്ലേ, പിന്നെ ഇവന് 4 അവൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അവന്റെ നെഗറ്റിവിറ്റി അവൻ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നു. ചിലവരത് ഏറ്റുപിടിക്കും, ചിലവരത് കളഞ്ഞിട്ട് പോയിട്ടേ ഇരിക്കണം. നിന്റെ വേല നിനക്ക്, എന്റെ ജോലി എനിക്ക്. ഫിലിംസ് ഒക്കെ കാണാറുണ്ടോ? വളരെ കുറവാണ്. എന്താ? എനിക്ക് പണ്ടേ ഫിലിംസ് കാണുന്ന വെച്ചാല് അങ്ങനെ സിനിമയെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. എനിക്ക് ബ്രഹ്മാണ്ഡ പടം കാണാൻ ഇഷ്ടം. അത് മീൻസ് ഒരു ബാഹുബലി, കാന്താര, എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ഭയങ്കര ഫാന്റസി വേണം. അല്ല എനിക്ക് ഈ ഫൈറ്റ് മൂവീസ് ഇല്ല, എനിക്ക് കോമഡി വേണം. ചിലവരൊക്കെ ഇപ്പൊ വിജയ് മൂവിയൊക്കെ ഇറങ്ങുമ്പോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും, ടിക്കറ്റ് ഒക്കെ ഷോ ഒക്കെ കണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത്. ഒന്നും കണ്ടില്ല, കാരണം ആൾക്കാർ ചിരിക്കും എന്റെ കാര്യം പറയുമ്പോ. ഒരു അഭിനയിക്കുന്ന ആള്, ഞാൻ പറഞ്ഞു ഞാൻ ഈ അഭിനയിക്കുന്ന ആള്, ഞാൻ സിനിമയെ കണ്ടിട്ട് ഞാൻ എന്ത് പഠിക്കാനാണ്? എനിക്ക് വരുന്നതിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. പണ്ടത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? അപ്പം ആ ഒരു ഡിഫറൻസ് എന്ന് തോന്നി പണ്ടത്തെ സിനിമ ഫിലിമിലെ ഡിഫറൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ എല്ലാവരും അപ്പോഴും ആൾക്കാർ പറയുന്നത് സീരിയലും സിനിമയും ഭയങ്കര ഡിഫറെന്റ് ആണെന്ന്. ഇപ്പോഴെല്ലാം റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നതെന്ന്. പണ്ടുള്ള ആൾക്കാർ അങ്ങനെയാണോ അഭിനയിച്ചോണ്ടിരുന്നത്? അല്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ ട്രെൻഡ് കൊണ്ടുവരും, അതിന്റെ പുറകെ കുറെ ആൾക്കാർ പോകും. വീണ്ടും ഇത് കറങ്ങി തിരിഞ്ഞ് പണ്ടത്തെ ഫാഷനാണോ ഇപ്പോഴത്തെ ഫാഷൻ? ഇപ്പൊ ഉപയോഗിക്കുന്ന പല ഫാഷനും പണ്ട് വന്നതാണ് അല്ലേ? അപ്പൊ ഇതെല്ലാം തിരിഞ്ഞു വരും. അപ്പൊ ഈ ആൾക്കാർ കമ്പാരിസൺ നടത്തുമ്പോൾ നിങ്ങൾ സീരിയൽ ആക്ടർ അങ്ങനെയല്ലേ, എവിടെയല്ലേ? എനിക്ക് മാസം എല്ലാരും പറയും സിനിമയും സീരിയലും രണ്ടാണ്, അവരുടെ അഭിനയം ആയാലും പെർഫോമൻസ്. അത് പാഷനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് സേഫ് സോൺ. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എന്താ സിനിമ ട്രൈ ചെയ്യാത്തത്? ഞാൻ ആകെ ഒരൊറ്റ സിനിമ ചെയ്തിട്ടുള്ളൂ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇന്ദ്രജിത്ത് സാറിന്റെ കുട്ടിക്കാലം ഞാനല്ലേ ചെയ്ത വട്ടുജയൻ. എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടില്ല പുള്ളിയുടെ ഇത് വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പോലെ എനിക്ക് സേഫ് സോൺ. എനിക്ക് എന്റെ ലൈഫ് നന്നായിട്ട് പോകാൻ എനിക്ക് മന്ത്ലി ഇൻകം എവിടെയാണോ അവിടെ. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഡാൻസിന്റെ എല്ലാം ആൾക്കാർ എത്രയോ പേര് ചോദിക്കാറുണ്ട് ഒരു ഡാൻസ് ക്ലാസ് ഇട്ടൂടെ. പക്ഷെ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു ക്ഷമ എനിക്ക് വേണ്ടേ? കുട്ടികളെ കാട്ടി കഷ്ടമാണ് ഞാൻ. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന കഷ്ടമാണെന്ന് പറയുകയാണെന്ന്. കുട്ടികള് ഇവിടെ വരാൻ പറഞ്ഞ് അവിടെ പോകുന്ന ഞാൻ ചിലപ്പോൾ കുട്ടികളെ കൂടെ ഇരുന്ന് കളിക്കുമായിരിക്കും. പഠിപ്പിക്കുന്ന കാര്യം ഞാൻ മറന്നു. പഠിപ്പിക്കണം എന്നത് അതൊക്കെ എനിക്ക് ആശിച്ചിനെ ശോഭന മാമൊക്കെ എന്റെ ഏറ്റവും വലിയ ഒരു റോൾ മോഡലാണ് ശോഭന. എന്നെ അറിയുന്ന എല്ലാ ആൾക്കാരുണ്ട്. അത് വന്നിങ്ങനെ നിന്നാലേ മതി, ആ കൈ ഒന്ന് കണ്ടാലേ. അല്ലാതെ പറയുമ്പോ എനിക്ക് ഗൂസ് ബംസ് വരും. എന്റെ എല്ലാ പ്രാവശ്യത്തെ എന്റെ ഒരു റോൾ മോഡലാണ് എന്റെ ശോഭന. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു ക്ഷമ വേണം. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇനി പഠിക്കണം. ഇഷ്ടപ്പെട്ട ആക്ടർ ആരാ? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഇല്ല, എനിക്ക് ഒരാളിനെ പർട്ടിക്കുലർ ആയിട്ട് ഒരാളില്ല. അതാത് ക്യാരക്ടർ ആരൊക്കെ ചെയ്യുന്നു അതാണ്. ആ ക്യാരക്ടർ ആൾക്കാരല്ലല്ലോ അപ്പുറത്തെ സീരിയലിലെ സിനിമയിൽ പോകുമ്പോ. അപ്പൊ നമ്മളെ വ്യക്തികളല്ല നോക്കേണ്ടത്, വ്യക്തി ചെയ്ത ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടപ്പെട്ട ആളാണ്. ഇഷ്ടപ്പെട്ട ആള് പലര് സീരിയല് ഇപ്പൊ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ആള് മറ്റേ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കമ്പാരിസൺ നമ്മൾ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. വ്യക്തികൾ ചെയ്യുന്ന ക്യാരക്ടർ കഥാപാത്രത്തിനാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. ഈ ട്രാവലിംഗ് ഒക്കെ ഇഷ്ടമാണോ? ട്രാവൽ ഇഷ്ടമാണ്. അത് കൂടുതൽ എനിക്ക് അമ്പലമാണ്. ഞാൻ കണ്ടിട്ടുള്ള എറണാകുളത്ത് എല്ലാവരും പോകുന്ന അടിച്ചു പൊളിക്കാൻ. എറണാകുളത്ത് ആദ്യം ഞാൻ പോകുന്നത് അമ്പലത്തിലായിരിക്കും. പിന്നെ എവിടെയെങ്കിലും സമയം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി കറങ്ങാൻ അങ്ങനെയൊക്കെ എല്ലാം പോകാറുണ്ട്. പബ്ബിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? അതാ പറഞ്ഞത്, അവിടെ കണ്ട് ആ കഴിഞ്ഞു. ഓക്കെ ഹായ് ബൈ ബൈ, അടുത്ത ഊബർ കറിയാ കഴിഞ്ഞു. വന്നിട്ട് എത്ര സമയമായി? ഭയങ്കര വലിയ സംഭവം പറഞ്ഞ് കൊണ്ടുവന്നു. ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും കഴിക്കാതെ നീ ഡയറ്റ് അല്ലേ, നീ ഒന്നും കഴിക്കില്ലല്ലോ. എനിക്ക് വിശക്കുന്നത് ഇതാണ് ആകാശ്, ഇതാണ് ആകാശ്. ആകാശിനെ കാണാത്ത കുറച്ച് സമയം കണ്ടല്ല ആകാശ്. നിനക്ക് എന്താ വേണ്ടേ? ഇവിടെ എന്താ അതൊക്കെ പോട്ടെ. ഇതൊരു പുതിയ സംഭവമാണല്ലോ. എനിക്ക് ലൊക്കേഷൻ അയച്ചത് ഇവിടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഊബറിലൊന്ന് ഇറങ്ങി പിന്നെ പെട്ടെന്ന് നീ വെയിറ്റ് ചെയ്ത് നിന്റെ വായന ചീത്താക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഓടി. പക്ഷേ ഗ്രൂപ്പ് ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വാൾപേപ്പേഴ്സും ആ ഒരു ഇതും ലൈറ്റിംഗ് സെറ്റപ്പും എല്ലാം. അതെ, അപ്പൊ നമുക്ക് ഇവരെ കുറിച്ചൊന്ന് പറയണ്ടേ? നമ്മളിപ്പോ മതി, ഇനി പറയണ്ട. ഇത്രയും നേരം പറഞ്ഞിപ്പോ കുണുകുണാന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്ന പോലെ അതല്ല വേണ്ടത്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ഒരു
ഉച്ചയ്ക്ക് ശേഷം ഇല്ലെങ്കിൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയില്ല. എനിക്ക് ഈ ആംബിയൻസ് ഇഷ്ടമായി. കാരണം നമ്മളൊരു പുറത്ത് പോയി ഭക്ഷണം കഴിക്കും, വീട്ടിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ഓർഡർ ചെയ്ത് വീട്ടിലും കൊണ്ടുവരും. നമ്മൾ എന്താണ് ഒരു പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്നത്? ആ ഒരു ആംബിയൻസ്, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത്, നല്ല പെർഫ്യൂമൊക്കെ അടിച്ച്, നല്ല ബാഗ്, നല്ല ചപ്പലൊക്കെ ഇട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പം അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ ഒരു ഓറയുണ്ട്. അതുപോലെ അവിടുത്തെ ഫുഡും, ആ ഫുഡ് കൊണ്ട് സെർവ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതും. പിന്നെ ഞാൻ എപ്പോഴും ആൾക്കാരെ റിവ്യൂസ് കേട്ട് ഞാൻ ഓരോരുത്തും പോകാറില്ല. കാരണം റിവ്യൂസ് പലതും പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് എൻ്റെ ഒരു വിശ്വാസം അതാണ്. പക്ഷെ ഈ ഒരു സ്ഥലം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറി ജംഗ്ഷന്റെ അടുത്തുള്ള അപ്പം എല്ലാരും ഒന്ന് സെർച്ച് ചെയ്ത് പറഞ്ഞപ്പോഴേ കൊണ്ടുവച്ചു കഴിക്കാ. എനിക്ക് വേണ്ട, നീ കഴിച്ചോ. നീ കഴിച്ചില്ലെന്നല്ലേ എനിക്ക് വയറുള്ളതല്ലേ. ഞാൻ കൂടിയിട്ടോളാം. മറക്കരുത് പേര്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ഈസിയിൽ പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബേക്കറി ജംഗ്ഷന്റെ അടുത്ത്, അതായത് ഫ്ലൈ ഓവറിന്റെ താഴെ മാലിക് ഗ്രിൽ ഹൗസ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അവർക്ക് എല്ലാ വെറൈറ്റീസ് ഓഫ് ഗ്രിൽസ് ഉണ്ട്, എല്ലാ വെറൈറ്റീസ് ഓഫ് മൊജിറ്റോസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ പ്രൊമോഷൻസ് ഉണ്ടെന്ന് പറയാറില്ല. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ കഴിച്ചോ? എനിക്കൊന്നുമില്ല, കണ്ടോ? എങ്ങനെയുണ്ട് ഗായ്സ്? എനിക്ക് പൊതുവേ എനിക്ക് ഈ കൂൾ ഡ്രിങ്ക്സ് എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. കാർബണേറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് പാഷൻ ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നു. അത് കിവി ആണോ തോന്നുന്നു. പാഷൻ ഫ്രൂട്ട്. യെസ്, അടിപൊളിയാണ്. പിന്നെ ഇതും കൂടെ കഴിച്ചിട്ട് പറയാം. എല്ലാവർക്കും എന്തുവാടാ നീ? എനിക്ക് തന്നെ തരണമേ. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. സിമ്പിൾ, നല്ല കുക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. ഒരു സെക്കൻഡ് വിടും. നീ എന്നെ കഴിച്ചിട്ട് പറ. ഓക്കെ, ആ ഒരു ജ്യൂസി ആയിട്ടുണ്ട്, നല്ല ഈവൻലി കുക്കായിട്ടുണ്ട്, എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യില്ല, എനിക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഗ്രില്ലുണ്ട്. അപ്പം ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നൈറ്റ് ടൈം, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീക്കെൻഡ് അല്ലാത്ത ഒരു ദിവസമാണെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും എല്ലാവർക്കും ഒരു പാർട്ടി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ബട്ട് ഡോണ്ട് മിസ് ഇറ്റ്. സ്ഥലം മറക്കണ്ട. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ബേക്കറി ജംഗ്ഷനിൽ മാലിക് ഗ്രിൽ ഹൗസ് നമ്മൾ നോക്കിയാൽ മതി. അടിപൊളി പ്ലേസ് ആണ്, മസ്റ്റ് ട്രൈ ആണ്. ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവരുടെ ഇനോഗ്രേഷൻ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കിച്ചൺ വരെ ഞാൻ കയറി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കിച്ചൺ കയറണോ? അടുക്കള വരെ കയറി അവിടെ നക്കി കഴിച്ചു. അയ്യേ, അങ്ങനല്ല, ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറി. ഒന്നും കഴിച്ചില്ല നീ? അവിടെ കഴിച്ചു. അവിടെ നിന്ന് കഴിയിട്ട് വരണ്ട. നല്ല നല്ല ഫുഡായിട്ടോ, സത്യം എനിക്ക് ഇഷ്ടമാണ്. ഒന്നും വിചാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചു. വിശക്കുന്നു ഗൈസ്. ഗൈസ് കുറെ നേരമായിട്ട് എൻ്റെ അടുത്ത് ഒരു എന്താ പറയാ, ഒരു കോടതിയിൽ ഒരു ജഡ്ജി ഇരിക്കുന്ന പോലെ അതെന്താണ് ഇതെന്താണ് ഇതിനെ പറ്റി എന്താണ്. ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കും, മോള് മണി 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 അതൊന്നും പറയാൻ പറ്റത്തില്ല. മോളിപ്പോ ഏതാ സീരിയൽ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഒറ്റശിഖരം ചെയ്തോണ്ടിരിക്കുന്നത്. മഴവിൽ മനോരമയിൽ ഒറ്റശിഖരം എന്നുള്ള സീരിയലാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് മോളുടെ ഇനിയുള്ള അംബിഷൻ? എനിക്ക് എന്തെങ്കിലും ഒരു ബൊട്ടീക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് ഒരു പ്ലാനിങ് ഉണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാരും ഓരോരോ സെൽഫ് ആയിട്ടുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിന് എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണം. എന്റെ ഞാൻ പറഞ്ഞുതരാം, പുറത്തുനിന്ന് ഒരാൾ നിർത്തരുത്. എനിക്ക് അറിയുന്നത് അറിയാത്ത കുറെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. വെളിയിൽ നിന്ന് ഒരാൾ നമ്മൾ എല്ലാ കൂട്ടം അതാണെന്ന് പറഞ്ഞ് പിടിച്ചു തിരുത്തും. നിർത്തില്ല. എനിക്ക് പണി കിട്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല, നമ്മൾ നിക്കണം. എന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ, അമ്മ ഇപ്പൊ ഇല്ല, സ്ഥലത്തില്ല. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഷൂട്ട് വരുമ്പോ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പ് ഏൽപ്പിക്കാൻ വേണ്ടി ഒരാൾ വേണമല്ലോ, വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതുണ്ടാവുന്നതായിരിക്കും. അതിപ്പോ പറയണ്ടെന്ന് വിചാരിച്ചതാ, നീ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞു. നടക്കുന്നതിന് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നില്ലല്ലോ, ഏത് ടൈപ്പ് ഓഫ് ബൊട്ടിക്കാണ് നമ്മൾ പറയുന്നില്ലല്ലോ. കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് മനസ്സിൽ. അത് ഉടനെ ഈ ചോദിച്ചതുപോലെ അല്ല, എന്നോട് ചോദിച്ചതുപോലെ എന്ത് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? ഒബ്വിയസ്ലി നെഗറ്റീവ് ക്യാരക്ടർ. ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? നെഗറ്റീവ് ക്യാരക്ടറാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. സിനിമയിലോട്ട്
സിനിമയിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. 2026 തുടങ്ങിയിട്ടേ ഉള്ളൂ. ലെറ്റ് സീ, അത്രേ പറയുന്നുള്ളൂ. ലെറ്റ് സീ. അതെ. കുട്ടികളൊക്കെ കുട്ടികൾ അറിയാലോ, 2 പേരുണ്ട്. ഒരാളിപ്പോ ഡിഗ്രി 3rd ഇയർ. ഇങ്ങനെ സന്തോഷം അമ്മയായിട്ട് ഞാൻ എന്നെ കണ്ട കാലം മുതൽ ഗൈസ് ഇവള് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-9 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അതേ ചിരി. ദൈവമേ അങ്ങനെ എന്നെ പോട്ടെ. സന്തോഷം. ആ ചിരിച്ച മുഖം. നമുക്ക് ഒരാളിനെ ചിരിപ്പിക്കാനും നമ്മൾ സ്വന്തമായിട്ട് ചിരിക്കാനാണ് പാട്. പലരും ചിരിക്കാൻ ശ്രമിക്കാറില്ല പലർക്കും വേണ്ടിയിട്ട്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ വർക്ക് ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലങ്ങ് കുത്തിയിരിക്കുക ഒന്നും ചെയ്യില്ല. മാക്സിമം ഞാൻ എന്തെങ്കിലും ഞാൻ ആക്റ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോസ് ഇടും, റീൽസ് ഇടും. ഹസ്ബൻഡ് കൂടാറുണ്ട്, റീൽസ് ഇടും. അല്ലാതെ ഞാൻ ഇങ്ങനെ വർക്ക് ഇല്ല എന്ന് പറഞ്ഞ് ചത്തുകുത്തിയിരിക്കില്ല. ചോദ്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. ഏത് നേരം ട്രിപ്പാണ്? ഞാൻ നീ എവിടെ? എടാ ഞാൻ ഗോവയിൽ പോവാ. ഞാൻ കഴിഞ്ഞ ആഴ്ച എടാ ഞാൻ വാഗമണിൽ പോവാണ്. ഒരു നേരം നീ അടങ്ങിയിരിക്കില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഇഷ്ടവും എല്ലാം എനിക്ക് ട്രാവൽ ചെയ്യണമെന്നാണ്. കുറെ സ്ഥലങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ചോദിക്കാൻ വന്നതാണ്, എന്താണ് ഡ്രീം ഡെസ്റ്റിനേഷൻ? ഇപ്പൊ എല്ലാരും വാരണാസി എന്റെ മനസ്സിലുണ്ട്. ഞാൻ 2 പ്രാവശ്യം പോയിട്ട്. അയ്യോ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ വാരണാസി. എനിക്ക് എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ് അവള് നല്ലൊരു ദൈവവിശ്വാസിയാണ്. അവള് അമ്പലങ്ങളെല്ലാം പോകുന്ന ഒരാളാണ്. എനിക്കറിയാം. വാരണാസി എന്തായാലും ഞാൻ എപ്പോഴും എനിക്കറിയുന്ന ആൾക്കാരോട് പറയും, ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്ന സ്ഥലം. അവിടെ പോയിട്ട് വന്നാൽ നമ്മളുടെ അഹങ്കാരം എന്നുള്ള സാധനം ഉണ്ടല്ലോ, നമ്മളെ മുഖത്തന്നെ ഒരു ഒറ്റ അടി അടിക്കും. ഇതായിരുന്നു നീന്ന്. ഒരു ജന്മം കൊണ്ട് നമുക്ക് ചെയ്തു തീർക്കാൻ ഉള്ള കർമ്മഫലങ്ങൾ അവിടെ ചെയ്തു തീർക്കാൻ പറ്റുന്ന പറയുന്നത്. നമ്മളെ കൺമുമ്പിലുണ്ട്, നമ്മൾ കാണും പല അവസരങ്ങളും. അവർ എപ്പോഴും പോവേണ്ട ഒരു സ്ഥലമാണ് വാരണാസി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണം. അത് അവര് കൂടി വിചാരിക്കണം നമ്മളവിടെ ഞാൻ പറയാൻ കാരണം ഈ കുറച്ചു പേരെങ്കിലും എന്റെ മൂകാംബികയിലെ റീൽസ് കണ്ടിട്ടുണ്ടാവും. 14 വർഷത്തിന് ശേഷമാണ് ഞാൻ മൂകാംബിക എനിക്ക് പോകാൻ പറ്റിയത്. 14 വർഷം. ഈ എല്ലാ അമ്പലങ്ങളിലും പോകണം. ഞാൻ എത്ര പ്രാവശ്യം ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, എത്ര പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാണ്ടായി. 14 വർഷം. അതാണ് പറഞ്ഞത്, എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ആ സമയമാകുമ്പോ അവര് വിളിച്ചിരിക്കും. ലാസ്റ്റ് ഞാൻ തഞ്ചാവൂര് പോയിരുന്നു. പിന്നെ കാണുന്നവര് പിന്നെ പറയാം അവൾ ഇങ്ങനെ വേറെ കാസ്റ്റ് ആയിട്ട് ഇന്ന സ്ഥലത്ത് പോയി. അത് അങ്ങനെയല്ല. ഇത് മനുഷ്യരല്ലേ പറഞ്ഞത്? ദൈവമായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവങ്ങളെല്ലാം ഒന്നല്ലേ. ദൈവത്തിനെ പൂജിക്കുന്ന ദൈവത്തിന്റെ ഡിവോട്ടീസും അവർ പറയും ഇവരിങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി. നല്ല ക്ലീൻ ഹാർട്ട് ആയിരിക്കും. നമ്മുടെ കർമ്മ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം ഞാൻ ചെയ്യുന്നത് നാളെ എന്റെ ഫലമാണ്. നല്ലതായാലും ചീത്തയായാലും. സോ എനിക്ക് ഒന്നേ എല്ലാവരോടും പറയാനുള്ളൂ, സന്തോഷമായിട്ടിരിക്കുക. നമ്മളെ കൂടെ ഉള്ള ആൾക്കാരെ സന്തോഷമായിട്ട് വെക്കുക. എന്റെ അമ്മ എപ്പോഴും പറയും, ഒരു അടി തന്ന അതിന്റെ വേദന കുറച്ച് കഴിയുമ്പോൾ, പക്ഷെ ഒരു വാക്ക് എന്നുള്ളത് എപ്പോഴും എവിടെയെങ്കിലും ഒരു മനസ്സിനകത്ത് ഒരു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ആരും മാനസികമായിട്ട് വേദനിപ്പിക്കും. നിങ്ങൾക്ക് അവർ ഇഷ്ടമല്ലേ, മാറ്റി നിർത്തുക. അവരെ വിളിക്കാനും സംസാരിക്കാൻ ഒന്നും പോണ്ട. പക്ഷെ അവരെ കുറിച്ച് 4 പേര് അവർ പറയുക, അവര് നശിക്കണമെന്ന് ആഗ്രഹിക്കുക, അതൊന്നും ചെയ്യരുത്. കാരണം കർമ്മ will return. ഉറപ്പായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എത്ര ദിവസം ഏകദേശം 1-2 വർഷമായിട്ട് ഇത് പ്ലാനിങ് ആണ്. എന്തെങ്കിലും കാരണം പറഞ്ഞ് അതങ്ങ് മുടങ്ങും. ഇന്നും അതിനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മുടക്കിയില്ല. നമ്മുടെ ചേട്ടൻ വരില്ലെന്നൊക്കെ വിചാരിച്ചത്. നമ്മളെ ക്യാമറ ചേട്ടൻ ഇച്ചിരി തിരക്കായി പോയി. നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ആൻഡ് ലൈവിലെ എല്ലാ പേരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക.